അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസ് മുകളിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ 2 വർഷം മുമ്പ് ഒരാൾ ആവറേജ് ആയിട്ട് 15,000 രൂപ വരെയെങ്കിലും സ്മാർട്ട് ഫോണൊക്കെ പേ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് അത് മാറിയിട്ട് ഇപ്പം 20,000 രൂപയൊക്കെ ആയിട്ടുണ്ട്. പണ്ട് നിങ്ങൾക്ക് 15K കിട്ടുന്ന ആ ഒരു ഫീച്ചറും ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പം 20K അവിടെയൊക്കെയാണ് വരുന്നത്. ഇത് സെയിം കാറുകളിലായിക്കോട്ടെ, വേറെ പല ഇലക്ട്രോണിക്കുകൾ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ പ്രൈസുകൾ ഇപ്പം മുകളിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് സ്മാർട്ട് ഫോൺസ് ഇപ്പം എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുന്നത്? അതായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൊക്കെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോസ് എല്ലാം കാണാറുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നുള്ളത് പുതിയ സ്റ്റുഡിയോയിലാണ്. ഞാൻ ഇന്നൊരു പുതിയ സ്റ്റുഡിയോ ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പൊ കാര്യമൊന്നുമില്ല, ഞാനിപ്പോ കേരളത്തിലാണുള്ളത്. അപ്പൊ നാട്ടില് ഞാനിപ്പോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ചീവീടിന്റെയും പല ഒരു കാക്കകളുടെയും പല ഈ പക്ഷികളുടെ ഒക്കെ ഒച്ച കേട്ടേക്കാം. അപ്പൊ ഇതൊക്കെ ഇവിടെ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വീഡിയോയിലോട്ടൊക്കെ നമുക്ക് പോവാം. അപ്പൊ സ്മാർട്ട് ഫോൺസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ പണ്ട് നിങ്ങൾക്ക് 15K ആയിരുന്നു മിനിമം ഒരാൾ ആവറേജ് ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പൊ 20K ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് റീസണിലോട്ട് പോവുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺസിലുള്ള GST. പണ്ട് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ GST നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് വെറും 12% ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഓരോ സ്മാർട്ട് ഫോൺസ് ഒക്കെ വരുന്നത് നമ്മൾ 18% GST ഒക്കെ പേ ചെയ്യാറുണ്ട്. ഇതും അതിലൊരു റീസൺ ഒക്കെയാണ്. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ GST ഒക്കെയാണ്. GST കൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസ് ഒരു ശകലം ഇപ്പം കൂടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതുമല്ലാതെ ഇപ്പൊ ഇൻഫ്ലേഷൻ ഒക്കെ ഉണ്ട്. ഈ ഇൻഫ്ലേഷനും ഇതും ഒക്കെ ഉള്ളതുകൊണ്ട് അതുമൊക്കെ കാരണം ഇപ്പൊ സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഒക്കെ ചെറുതായിട്ടൊക്കെ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ അത് തന്നെ അല്ലാതെ മെയിൻ റീസൺ ആണ് 2020 കൊറോണ വൈറസ് വന്നിട്ടുണ്ട്. ഈ പാൻഡമിക് ഒക്കെ കാരണം പല ബ്രാൻഡ്സിന് ചിപ്പ് ഷോർട്ടേജ് ഒക്കെ വന്നിട്ടുണ്ട്. സാംസങ് പോലത്തെ ബ്രാൻഡ്സ് ആയിക്കോട്ടെ, ഷൗമി ആയിക്കോട്ടെ. ഷൗമിന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വെച്ചടിച്ച് ഫോൺ ഇറക്കുവാണ്. അപ്പൊ അതുപോലത്തുള്ള ബ്രാൻഡ്സ് ചിപ്പ് ഷോർട്ടേജ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്മാർട്ട് ഫോൺസ് ഒക്കെ പ്രൊഡക്ഷൻ അവർ കുറച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഈ പ്രോഫിറ്റും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ അവർ സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, റോ മെറ്റീരിയൽസിന്റെയും ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇപ്പം അലുമിനിയം ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഇതൊക്കെ സ്മാർട്ട് ഫോൺസിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളതൊക്കെയാണ്. പക്ഷെ അതിലും ഷോർട്ടേജ് ഒക്കെ വരുന്നുണ്ട്. മൈനിങ്ങിനകത്തൊക്കെ ഭയങ്കര ഇപ്പോൾ ഷോർട്ടേജ് ഒക്കെ ഉണ്ട്. അപ്പൊ അലുമിനിയം ഇല്ല, കോപ്പർ ഒന്നും അധികമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ആപ്പിൾ പോലത്തെ ബ്രാൻഡ്സ് ആയിക്കോട്ടെ, അവർ ഇപ്പം റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പഴയ ഐഫോൺസ്. അതും വെച്ചുകൊണ്ട് അവർ പുതിയ ഓരോ ഐഫോൺസ് ഒക്കെ ഉണ്ടാക്കുകയാണ്. പക്ഷെ അതും വലുതായിട്ടൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവരാണ് ഇപ്പം റീസൈക്ലിങ്ങിനകത്തൊക്കെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ചിപ്പ് ഷോർട്ടേജ് ഒക്കെ തന്നെയായിരുന്നു മെയിൻ റീസൺ 2020 മുതൽ സ്മാർട്ട് ഫോൺസ് ഒക്കെ പ്രൈസ് മുകളിലോട്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്റെ അറിവിൽ നിങ്ങൾ 2019 നിങ്ങൾ സ്മാർട്ട് ഫോൺ മേടിച്ചായിരുന്നെങ്കിൽ അതായിരുന്നു ബെസ്റ്റ് വെർഷൻ സ്മാർട്ട് ഫോൺ മേടിക്കുക. അന്ന് നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, GST ഒന്നും വന്നില്ലായിരുന്നു. അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ 18% ഒന്നും GST ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം ചിപ്പ് ഷോർട്ടേജ് ഇല്ല, GST ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിലൊക്കെ കൂടുതൽ സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഒരാളുടെ റിക്വയർമെന്റ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ മിനിമം 20K എങ്കിലും നമുക്ക് പേ ചെയ്യണം ഒരു സ്മാർട്ട് ഫോൺ ഒക്കെ മേടിക്കണം. അപ്പൊ ഈ ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡുകളിനകത്ത് നിങ്ങൾ ഇപ്പൊ നോക്കിയിട്ടുണ്ടായിരിക്കും പല ബ്രാൻഡ്സ് ഒക്കെ ചാർജറും ഇതൊക്കെ റിമൂവ് ചെയ്യണം. അപ്പൊ ചാർജറൊക്കെ അവർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബോക്സിന്റെ സൈസ് ഒക്കെ കുറയാനോ ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ ബോക്സിന്റെ സൈസ് കുറയാൻ തോറും അതിന്റെ വെയിറ്റും എല്ലാം കുറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഇപ്പൊ വെയിറ്റും ഇതൊക്കെ കുറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ സ്മാർട്ട് ഫോൺസ് ഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷിപ്പിംഗ് കോസ്റ്റ് ഒക്കെ കുറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ വെയർ ഹൗസിന്റെ കോസ്റ്റും ഇതൊക്കെ കുറയുന്നുണ്ട്. സ്മാർട്ട് ഫോൺ ബോക്സിന്റെ സൈസ് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്, വെയിറ്റും ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് തന്നെയാണ് ലാഭമൊക്കെ ഉള്ളത്. ഇപ്പൊ നിങ്ങളിൽ ഓൾറെഡി ഇപ്പോൾ ടൈപ്പ് സിയുടെ ഒക്കെ ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും മേടിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രാൻഡ്സ് ഈ എക്സ്പെൻസീവ് ഫോണുകളിനകത്ത് അവർ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഈ ചാർജർ പോലത്തെ സംഭവങ്ങള്. അപ്പൊ ഇതുപോലത്തെ എല്ലാം ബ്രാൻഡ്സ് പറഞ്ഞ ആപ്പിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ഇതും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ബോക്സിന്റെ സൈസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി. ഇപ്പൊ നിങ്ങൾ കണ്ടായിരിക്കും പല യൂട്യൂബ് വീഡിയോസ്, അതായത് നത്തിങ് ഫോൺ 1ന്റെ ബോക്സിന്റെ സൈസ് അത് വളരെ കുറവ് സൈസിലാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവർക്ക് തന്നെയാണ് പ്രോഫിറ്റ് ഉള്ളത്. പിന്നെ ഇവര് ഈ പ്ലാസ്റ്റിക് പറഞ്ഞ ആപ്പിൾ പോലത്തെ ബ്രാൻഡ്സ് എന്താ എൻവയോൺമെന്റിനെ നമുക്കൊക്കെ രക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിപ്പോ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിലും അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ചാർജർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 20K ഫോണിനകത്ത് നിങ്ങൾക്ക് ചാർജർ ഉണ്ടെങ്കിൽ ഇപ്പൊ ബ്രാൻഡ്സ് അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരിപ്പോ ഡിസൈനോ ബിൽഡ് ക്വാളിറ്റി കോംപ്രമൈസ് ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ അവര് പ്രോസസ്സറിലോ അല്ലെങ്കിൽ ഇപ്പൊ ഡിസ്പ്ലേയിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവര്
മാക്സിമം കോംപ്രമൈസ് ചെയ്യാൻ നോക്കും നിങ്ങൾക്ക് ചാർജറും ഇതൊക്കെ തരാൻ വേണ്ടി. അപ്പോൾ ഇതാണ് അവർ മിഡ് റേഞ്ചിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മെയിൻ റീസൺസ് സ്മാർട്ട് ഫോൺ പ്രൈസ് എന്തുകൊണ്ടാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ GST ഇതൊക്കെ കൂടാൻ പോവുകയാണ്, ടാക്സ് ഒക്കെ കൂടാൻ പോവാണ്. ഇനിയിപ്പോൾ ഐഫോൺസ് ഇപ്പം ഇന്ത്യയിലൊക്കെ വരുവാണെങ്കിൽ തന്നെ കസ്റ്റം ഡ്യൂട്ടിയുടെ ഓരോ ടാക്സുകളും പല ടാക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഐഫോണിന്റെ ഒക്കെ പ്രൈസ് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് 1 ലക്ഷം രൂപയുടെ ഒക്കെ മേടിൽ പോകുന്നത്. ഇപ്പൊ അമേരിക്കയിൽ ഇപ്പം 1 ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ ആണെങ്കിൽ ഇവിടെ ഒരു 1.20 1.30 ആവാറുണ്ട് പല സമയങ്ങളിലും. അപ്പൊ ഇതൊക്കെ കാരണം തന്നെയാണ് സ്മാർട്ട് ഫോൺസിന്റെ പ്രൈസ് ഓരോ വർഷം കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.